Welcome back, everyone. This is me, Alan, and welcome to Cawcast. In this series, touching something very special, something very close to my heart, we'll be talking about parenting, and this series is titled as Parenting 101. In this series, we'll be delving into experiences from different parents from different aspects of life, where they come and share about their heart, about the highs and lows of parenting. Whether you are a seasoned parent or a new one, this is just for you. Today, I'm very excited to have two very special guests, very close to my heart. And they are an epitome and a resemblance of just that. They are not just parents, they are parents to two special children. And before I say anything more, I want to introduce them, Matthew's uncle and Sheila auntie. Thank you for being here. ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. വെൽക്കം ടു കോക്കാസ്റ്റ്. Thank you. Before we go any further, I want them to introduce themselves before I do a round of introduction. And I'm very sure you're going to love listening to what they have to say. So tune in and welcome once again to Cawcast. ഈ സെഷൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഒത്തിരി പാരൻസ് ഉണ്ട് അറൗണ്ട് ദ ഗ്ലോബ്. ഞാൻ എക്സ്പെഷ്യലി ദുബായ് വളർന്നതായതുകൊണ്ട്, മിഡിൽ ഈസ്റ്റ് കിഡ് ആയതുകൊണ്ട്, ബ്രോയിലർ കോഴി എന്നൊക്കെ പറയുന്ന പോലെ വി ഹവ് ബോട്ട് അപ്പ് ഇൻസൈഡ് 4 walls. ആ 4 വാളിനകത്തുള്ള ജീവിതമാണ്. സോ അതേസമയം പാരൻസ് ആണെങ്കിൽ ഒന്നീ ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. അന്നേരം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. അതിൻ്റേതായ എഫക്റ്റ് പിള്ളേരിലുണ്ടാവും. ഡെഫിനറ്റ്ലി ആർ ചിൽഡ്രൻ ഫ്രം ദാറ്റ് ജനറേഷൻ എക്സ്പീരിയൻസ് ഇറ്റ്. So before I start into all the questions that I have, നിങ്ങൾ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ that will be really good. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മാത്യു ഫിലിപ്പ്. ഇതെൻ്റെ വൈഫ് ഷീല മാത്യു. ഞങ്ങളുടെ സ്വദേശം തൃശ്ശൂരാണ്. ഞങ്ങൾ അനേക വർഷങ്ങൾ ഞങ്ങൾ പ്രവാസികളായിരുന്നു, ബഹ്റിനിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങളിപ്പോൾ തൃശ്ശൂർ താമസിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ലിൻസ് മാത്യു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു മകളുണ്ടായി. അവളുടെ പേര് ലിൻഡ മാത്യു. ലിൻസ് മോൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉള്ള ഒരു കുഞ്ഞാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ് എന്ന് പറയാം. അവൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. ലിൻഡ അവളെ പഠിത്തം കഴിഞ്ഞ് അവൾ അശ്വിൻ സാം ജെയ്സൺ എന്ന് പറഞ്ഞ യുവാവിനെ വിവാഹം കഴിച്ച് ഇപ്പോൾ UAE താമസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ആദ്യ മകനുണ്ടായ സമയം മുതൽ അവൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളരെയധികം ദൈവകൃപ അനുഭവിച്ച് ജീവിക്കുവാൻ സാധിച്ച ഒരു പേരൻസാണ് ഞങ്ങൾ. ബഹ്റൈനിലും ഞങ്ങൾ കുടുംബമായി 28 വർഷത്തോളം ഒന്നിച്ചായിരുന്നു. അതിനുശേഷം മകളുടെ വിദ്യാഭ്യാസത്തോട് ബന്ധത്തിൽ ഇവർ കുടുംബമായി നാട്ടിൽ വരികയും ഞാൻ 2017 ആദ്യ മാസങ്ങളിൽ തിരിച്ച് നാട്ടിലെത്തി. ഇപ്പോൾ നാട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായി സന്തോഷത്തോടെ മോനോട് കൂടെ ചേർന്ന് ജീവിക്കുന്നു. As uncle said, Lens is a very special child. Yeah. അതുപോലുള്ള പാരൻസ് ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആൻഡ് ഐ പ്രേ ദാറ്റ് ദിസ് കോൺവെർസേഷൻ വിൽ ബി an experience, an insight to so many of them, an encouragement to so many of us. പുതിയ പാരൻസ്, എക്സ്പെഷ്യലി പുതിയ പാരൻസ് കല്യാണം കഴിഞ്ഞ് വരുമ്പം പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അതിനുശേഷം ഒരു കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻറ്റിയുടെ തോട്ട്സ് എന്തായിരുന്നു ആദ്യമേ ലിൻസ് ജാനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ? ആദ്യമത്തെ ആ ഫീലിംഗ്, ഇമോഷൻസ് എന്തുമായിരുന്നു ആദ്യ സമയത്ത്? പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു സന്തോഷം, അതുപോലെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് കുറച്ച് പ്രയാസത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോയത്. അപ്പം അതിൻ്റേതായൊരു പേടി, ഇതെങ്ങനെയായിത്തീരും. കാരണം ആ പ്രഗ്നൻസി ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക്
ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതെങ്ങനെ ആകും എന്നുള്ള ഈ സന്തോഷത്തോടൊപ്പം തന്നെ ഈ ഒരു പേടിയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ നാളുകളിലൊക്കെ അങ്ങനെ സന്തോഷവും രണ്ടും ചേർന്നിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ കടന്നു. അതെ അതെ, അങ്ങനെയാണ് ഞാൻ കടന്നു പോയത്. സോ പക്ഷേ ലിൻസിച്ചാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തായിരുന്നു മനസ്സിലാ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ? വളരെ വളരെ സന്തോഷം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പ്രീമച്വർ ബേബി ആയിട്ടാണ് ലിൻസ് ജനിച്ചത്. അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ആദ്യമേ നമുക്കൊരു വളരെ ഒരു വിഷമം തോന്നുന്ന ഒരു, കാരണം 1.6 ആയിരുന്നു അവൻ്റെ ബർത്ത് വെയിറ്റ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, എത്രമാത്രം കുഞ്ഞു കൊച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. ഇത്രയും ഒരു കുഞ്ഞു കൊച്ചിനെ ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തുമെന്നുള്ള ഒരു എന്ന് വെച്ചാൽ നമുക്ക് അത്രമാത്രം വിഷമം തോന്നുന്ന രീതിയിലുള്ള ഒരു രൂപമായിരുന്നു കുഞ്ഞിൻ്റെ. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ആദ്യമായിട്ടുള്ള ഇതാണെങ്കിൽ സന്തോഷമുണ്ടെങ്കിലും ഈ ഒരു വിഷമവും രണ്ടും നമുക്ക് ഉണ്ടായിരുന്നു മനസ്സിൽ. പേരൻസ് ആകുമ്പം ഓഫ് കോഴ്സ് സ്ട്രഗിൾസ് ആൻഡ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിക്സ് ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ പേരൻസ് എല്ലാവരും കൂടെ ഓടി നടന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അടുത്ത് എന്തോ ചെയ്യേണ്ടത്, എല്ലാം ഒരു ഭയം ഉള്ളിലുണ്ടാകും. പക്ഷെ അതേസമയം അവരുടെ ചിരി, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ ഓരോരോ ചെറിയ മൊമെന്റ്സ് ഉണ്ടല്ലോ വിച്ച് പാരൻസ് അല്ലെങ്കിൽ ഫാദേഴ്സ് ആകുമ്പോൾ എക്സ്പെഷ്യലി ആദ്യമേ കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ ഉള്ളൊരു ഇമോഷൻ. അതുപോലെ തന്നെ അങ്കിളുടെ ജീവിതത്തിൽ റിവാർഡിംഗ് ആയിട്ട് പാരന്റിങ് ലൈഫിൽ ത്രൂ ഔട്ട് റിവാർഡിംഗ് ആയിട്ട് തോന്നിയ എക്സ്പീരിയൻസസ് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഈ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് ഓരോ പിതാവിൻ്റെയും മാതാവിൻ്റെയും വലിയൊരു ആഗ്രഹമാണ്. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. സൃഷ്ടിയുടെ ഒരു കടമ, ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ രീതിയിൽ ഒരു പ്രഗ്നൻ്റായി അറിഞ്ഞപ്പം എനിക്കും ഈ രീതിയിലുള്ള സന്തോഷം ധാരാളം മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് ഈ കേട്ടതുപോലെ ആ കുഞ്ഞ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഭയം ഞങ്ങളെ രണ്ടുപേരെയും ഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി ദൈവമേ പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ദൈവഹിതം എന്തെന്ന് പറയട്ടെ, ആ കുഞ്ഞ് ജനിച്ചത് പ്രീമച്വർ ബേബി ആയിട്ടാണ്. അപ്പോഴും എനിക്ക് ആ പ്രീമച്വർ ബേബി എന്നുള്ളതിൻ്റെ ആ പ്രയാസം തോന്നിയില്ല. ഒരു കുഞ്ഞ് എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ ആ കുഞ്ഞ് ജനിച്ച് 4 ദിവസത്തിന് ശേഷം പെട്ടെന്നൊരു പനി വന്ന് ഫിറ്റ്സ് പോലെ കുഞ്ഞ് 4 ഡേയ്സ് ശേഷം, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഭീതി എന്നെ അലട്ടിയിരുന്നു. തുടർന്ന് അവന് മെഡിക്കേഷൻസിൽ കൂടെ കടന്നുപോയി. ഇടയ്ക്ക് ഇങ്ങനെയുള്ളൊരു അസുഖം ഉണ്ടാവുക, എപ്പിലെപ്സി പോലെ ചെറുതായിട്ട് ഉണ്ടാവുക, അതൊക്കെ ആയപ്പോൾ ഞാൻ ഓഫീസിൽ ജോലിക്ക് പോകുമ്പോഴും ഒരു ഫോൺ കോൾ വരുമ്പം എൻ്റെ മനസ്സിലുണ്ടാകുന്ന കുഞ്ഞിന് അസുഖമാണോ അങ്ങനെയുള്ള ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ എനിക്ക് അതുപോലെ വളരെ പ്രയാസമായ സമയത്തുണ്ടായി. എന്നാലും ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെടും. ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ ഉള്ളിൽ തളർന്നില്ല. ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, എന്നാൽ ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങളുടെ കർത്താവ് മതിയായവൻ എന്നുള്ള ആ 100% വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുന്നത്. എന്ത് വന്നാലും വാട്ടർ മേ ബി ഞങ്ങളുടെ ലൈഫിൽ വന്നാലും കർത്താവ് അറിയാതെ, ദൈവം അറിയാതെ യാതൊന്നും ഞങ്ങളുടെ ജീവിതം സംഭവിക്കുകയില്ല. എവരിത്തിങ്, ഈവൻ നമ്മൾ വായിക്കുന്ന പോലെ ഒരു മുടി പോലും തലേന്ന് വീഴുന്നത് കർത്താവ് അറിയാതെ സംഭവിക്കുകയില്ല. അപ്പം A to Z അവനറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഞാൻ എങ്ങനെയായിരിക്കണം, ഞാൻ എന്തായിരിക്കണം, എൻ്റെ ഫ്യൂച്ചർ ലൈഫും എല്ലാം അറിയുന്നൊരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു 100% കോൺഫിഡൻസിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തുന്നതും. മോളെയായാലും മോനെയായാലും ഞങ്ങൾ ചെറുപ്പം മുതൽ ദൈവിക ശിക്ഷണത്തിൽ ദൈവത്തിൻ്റെ ഭക്തിയോപദേശത്തിൽ നിന്ന് പൂർണ്ണമായി ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ മോനെ ഞങ്ങൾ വളർത്തുന്നത്. അവനോടും ബൈബിൾ വായിക്കുവാൻ ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയും അവനെ പ്രാർത്ഥിക്കാൻ കൂടിയിരുത്തുകയും കണ്ണുകൾ അടയ്ക്കാൻ പറയുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവനെ ട്രെയിൻ ചെയ്താണ് അവനെ കൊണ്ടുവരുന്നത്. അവൻ സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ തന്നെയും ഈ കാര്യം ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. ഗ്രഹണശക്തിയുണ്ട്, ഘ്രാണശക്തി നന്നായിട്ടുണ്ട് അവന്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവന് മനസ്സിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും, അവൻ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ്. അപ്പം ഒരു പക്ഷേ അവൻ്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും കാര്യങ്ങൾ. നമുക്കത് പുറത്തോട്ട് നമുക്കറിയത്തില്ല. വൺ ഡേ വി വിൽ സീ. ഒരു ദിവസം ഞങ്ങൾക്ക് അത് മനസ്സിലാവും.
അവിടെ ചെല്ലുമ്പം അവനെങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ അവൻ്റെ കാര്യങ്ങൾ. അതുവരെ ഞങ്ങൾ അവനെ സഹിച്ചേ പറ്റൂ, വാട്ട് എവർ മേ ബി, എന്തു വന്നാലും. അവന് പനി വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പേടിക്കും ഞാനാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഒരു ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തെർമോമീറ്റർ എവറി ഹാഫ് ആൻ അവർ തെർമോമീറ്റർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. പനി കൂടുന്നുണ്ടോ. അങ്ങനെയാണ് ഞങ്ങളവനെ വളർത്തുന്നതും ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നതും. സോ എനിക്ക് തോന്നുന്നു സ്വർഗത്തിലെത്തുമ്പം കിട്ടുന്ന ആ ഒരു റെക്കഗ്നേഷൻ ആയിരിക്കും മകളുടെ ആൻറ്റിയുടെ ഏറ്റവും വലിയ റിവാർഡില്ലേ. കാരണം ഒരു മലിനതയില്ല, ഒരു പ്യുവർ ഇന്നസെൻസ് എന്നൊക്കെ പറയുമ്പം ഐ തിങ്ക് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് റിവാർഡ്. ലിൻസി ചാൻ്റെ ഐ തിങ്ക് 1 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടെന്നുള്ളത്. അന്നേരം ആ ന്യൂസ് കിട്ടിയപ്പം ആൻറ്റിക്ക് എന്തുമായിരുന്നു അന്നത്തെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്? ഓഫ് കോഴ്സ് ഇറ്റ് വുഡ് ഹാവ് ബീൻ പെയിൻഫുൾ. അത് ഒരു വേദനയുള്ള ഒരു സമയമാണ്. പക്ഷേ എങ്ങനെ കോപ്പ് ചെയ്തു? കാരണം ഇതുപോലെ കടന്നു പോകുന്ന അനേകം പാരൻസ് ഉണ്ടാവും. എങ്ങനെ അതിനെ ഡീൽ ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന പാരൻസ് ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ അന്നത്തെ സമയത്തെ ഇമോഷൻസ് എങ്ങനെ ആൻറ്റി കോപ്പ് അപ്പ് ചെയ്തത്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡിഫക്റ്റ് അവനുണ്ടെന്ന് അറിഞ്ഞപ്പം ഞങ്ങളന്ന് 8 മാസമുള്ളപ്പോഴാണ് അവൻ സ്കാൻ ചെയ്തു. അതുവരെ നമുക്ക് ഇവൻ സാധാരണ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കമിഴ്ന്ന് വീഴുക, 3 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് വീഴും, പിന്നെ ഇരിക്കും, എഴുന്നേറ്റ് നിൽക്കും, നടക്കും. അതൊന്നും കുഞ്ഞ് ചെയ്തിട്ടില്ല. ഇരുന്ന് നിരങ്ങുമായിരുന്നു. അപ്പോൾ എല്ലാം വൈകിയപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടുണ്ടായിരുന്നു എന്തോ പ്രശ്നം കുഞ്ഞിനുണ്ടെന്ന്. അപ്പം ഒരു 10 മാസം പ്രായമുള്ളപ്പം ആണ് ബ്രെയിൻ സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലായത്. അന്ന് ഞങ്ങൾ അനുഭവിച്ച വിഷമം നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെയാണ് ക്രമേണ അവന് മാറ്റം വരും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് റിസൾട്ട് നമുക്ക് കിട്ടിയപ്പം ഒത്തിരി തകർന്നു പോയി. ഞാനന്ന് പകൽ മുഴുവനും കിടന്നങ്ങ് കരഞ്ഞു, ഒത്തിരിയും കരഞ്ഞു. ദൈവം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇങ്ങനെ ദൈവം തന്നു എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. പിന്നെ ഞാൻ കുറേ കരഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ചു, കുറേ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ദൈവം എനിക്ക് തന്നു. പിന്നീട് അങ്ങോട്ട് അവനെ വളർത്താനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സ്വഭാവമല്ല, എല്ലാത്തിനും ഒരു പ്രത്യേക ഒത്തിരി അവൻ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു കൊച്ചിലെ. നടക്കാനും ഒക്കെ നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നിലത്തിരുന്നിട്ട് നിരങ്ങിക്കൊണ്ട് എല്ലായിടത്തും എത്തും. അങ്ങനെയായിരുന്നു. അങ്ങനെ രാത്രി ഉറങ്ങില്ല. കൊച്ചിലെ തന്നെ അങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ആ സമയങ്ങളിൽ എനിക്ക് ആശ്വാസം തരാനായിട്ട് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല. അതെനിക്കിഷ്ടമല്ല. ഞാൻ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ദൈവത്തോട് പറയും. അതങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ മറ്റുള്ളവർ ആരും മനസ്സിലാക്കാറില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കും, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ആരും അറിയുന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവത്തിൽ ഭരമേൽപ്പിക്കും. ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ദൈവം സമാധാനം തരും. അങ്ങനെ ആ രീതിയിലാണ് മോനെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് എനിക്ക് ഈ സമയത്ത് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഞാൻ ഈ മോനെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഞാൻ കേട്ടു. അത് ദൈവശബ്ദമായിരുന്നു എന്ന് എൻ്റെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവം എന്നെ ഒരുക്കാനായിട്ടുള്ള ഒരു പദ്ധതി ആയിരുന്നു അത്. പക്ഷെ ഞാനത് മനസ്സിലാക്കിയില്ല. അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നിൻ്റെ ദൈവം ശക്തനാകുന്നു എന്നുള്ള ഒരു വാചകം, ഒരു സെൻറ്റൻസ് എന്നോട് ആരോ പറയുന്നത് പോലെ. അപ്പം എന്നാൽ വലിയ ഗാംഭീര്യമുള്ള ശബ്ദമൊന്നുമല്ല. അപ്പോൾ എനിക്കത് കാരണം ആരോ ഇങ്ങനെ എവിടുന്നോ ഇങ്ങനെ ചെറിയ ശബ്ദത്തിൽ പറയുന്നത്. ഞാൻ മയക്കത്തിലേക്ക് പോകുന്ന സമയത്താണ് ഞാനിത് കേൾക്കുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഇത് ദൈവം എന്നോട് ഇടപെട്ടതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. അന്ന് ഒത്തിരി അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ എനിക്ക് പല സ്വപ്നങ്ങളിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒരു വിഷമത്തിൽ കൂടിയാണ് ഞാൻ പോകുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ദൈവം. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ദൈവം എന്നോട് എന്നെ അതിനു വേണ്ടി ഒരുക്കുന്നതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ അന്ന് അതിനുള്ളൊരു ബോധമോ ബുദ്ധിയോ അന്ന് നമുക്ക് ആ ഒരു പ്രായത്തിൻ്റെ പിന്നെ അങ്ങനെയുള്ളൊരു ദൈവികമായ
കാര്യം ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസ്ത് പാരൻസിൻ്റെ മോളായിട്ടാണ് ഞാൻ ജനിച്ചത്. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു വലിയ ആത്മീക ഒരു തീഷ്ണതയൊന്നും ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ പോകുന്നു എന്നല്ലാതെ, അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു ദർശനങ്ങളെക്കുറിച്ചോ അതൊന്നും നമുക്കത്ര വലിയ അറിവില്ലായിരുന്നു. അതെ, അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാനതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം അന്ന് കുറച്ചും കൂടെ എനിക്ക് എന്നെ ദൈവം, ഞാൻ ആ ദൈവം എന്നോടിങ്ങനെ ഇടപെട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആ രീതിയിലൊക്കെ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്കത് സാധിച്ചില്ല. അതിൻ്റെ വിഷമമൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ അതിനായിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഒരുപാട് പ്രയാസത്തിൽ കൂടി തന്നെയാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നത്. അവൻ്റെ കാര്യങ്ങൾ ചെയ്യില്ലല്ലോ. അപ്പോൾ ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ നമ്മൾ അവനറിയാതെ തന്നെ എല്ലാം പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു. ഇവന് 7 മാസം പ്രായമുള്ളപ്പോൾ തിരിച്ച് ഞാൻ ആദ്യം ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്നു. അതിനുശേഷം ഇവന് 7 മാസം പ്രായം ഉള്ളപ്പം തിരിച്ച് ബഹ്റൈനിലോട്ട് പോയി. അപ്പോൾ അവിടെ കാർപ്പറ്റിലൊക്കെ ഇങ്ങനെ ഒത്തിരി അവനെ അങ്ങനെ അറിയാതെ പോകും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ട് ചെയ്യും. ആരോട് ഞാൻ പരിഭവം പറയാറില്ല. കാരണം ആരോട് പരിഭവം നമ്മൾ തന്നെ നമ്മുടെ സഹിക്കണമല്ലോ. ആരോട് ഷെയർ ചെയ്യൂല. അങ്ങനെ പ്രത്യേക ഒരു ഗ്രേസ് ആയില്ലേ അത് ചെയ്യണം. അതെ, ഒത്തിരി ക്ഷമ നമുക്ക് വേണം. അതുപോലെ അവൻ്റെ കാര്യങ്ങൾ, അവനെ വളർന്നു വരുമ്പോൾ അവൻ്റെ സ്വഭാവങ്ങൾ, നമ്മളോട് ഒരു കാര്യം എപ്പോഴും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മളോട്. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വളർന്ന കാര്യമാണ്, വളർന്നു വന്നതിന് ശേഷം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവനങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കും, എപ്പോഴാണ് പോകുന്നത്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ക്ഷമ വേണം അവനോട് ആൻസർ ചെയ്യണമെങ്കിൽ. ഒത്തിരി ദൈവം അതിനുള്ള കൃപയൊക്കെ ഇതുവരെ തന്നിട്ടുണ്ട്. ഒന്ന് ക്ലിയറാണ്, ഓരോരോ സമയത്തും ദൈവത്തിൻ്റെ ആ ഒരു കൃപ താങ്ങുന്ന ആ ഒരു സ്നേഹം ത്രൂ ഔട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇത് റിപ്പറ്റേറ്റീവ് അഗ്രഷനായിട്ട് വരുമ്പം നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ മടുക്കും, എന്തും ഇനിയും പറയണ്ട, ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷെ അതെല്ലാം ഒരു കുഞ്ഞിനെ പിന്നെയും മനസ്സിലാക്കുന്ന രീതിയിലാക്കണമെങ്കിൽ ശരിക്കും ഗോഡ്സ് ഗ്രേസ് അല്ലാതെ ഒന്നും പറ്റത്തില്ല എന്ന് ആൻറ്റി ഒരു എവിഡൻസ് ആണ്, അതിൻ്റെ ഒരു പ്രൂഫാണ്. ലെൻസ് ആദ്യമേ ആയിരുന്ന സിറ്റുവേഷൻ ആൻറ്റി പറഞ്ഞു ഇതുപോലെ ദൈവം കൊടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ ഫ്രം ദെൻ ടു നൗ. അതെങ്ങനെയായിരുന്നു, അത് ദൈവത്തിൻ്റെ ആ നീതി എങ്ങനെയായിരുന്നു ഫ്രം ബിഗിനിങ്, ആ ഒരു ചെറിയ പ്രായം തൊട്ട് ഇപ്പം എങ്ങനെയാണെന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റി അങ്ങനെ പറയാമെങ്കിൽ? അത് അന്ന് ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞതുപോലെ വളരെ പ്രയാസം കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്, വളരെ പ്രയാസം. എന്നാൽ അവനൊരു ഒബീഡിയൻറ്റ് ചൈൽഡായിരുന്നു. അവന് ഇടയ്ക്ക് ഈ ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും അങ്ങനെ ഒരു ഒബീഡിയൻറ്റ് ചൈൽഡായിരുന്നു അവൻ. കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് വരെയും അവന് ഉറക്കമില്ലായ്മയും അതൊക്കെ അവൻ്റെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അവൻ്റെ വളർച്ചയെ ബാധിച്ചിട്ടുണ്ട്, അവൻ്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെയും എസ്പെഷ്യലി പുള്ളിക്കാരുടെ ആരോഗ്യത്തെ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കുഞ്ഞുറങ്ങിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് മാസം, ഒരു ഏകദേശം 2 വർഷത്തോളം കഷ്ടിയായി കാണും, അവന് കുറച്ചും കൂടി ഉറക്കം, അത് ഡോക്ടറെ ഞങ്ങൾ കാണിക്കുകയും ആ രീതിയിൽ മെഡിസിൻസിൽ ഒക്കെ അവന് ഉറക്കമായി. അതിൻ്റേതായ ശരീരത്തിലും അവന് മാറ്റങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹവും കഴിക്കുന്ന ശരീരത്തിൽ പിടിക്കുന്നുണ്ട്. അതുമാത്രമല്ല പല കാര്യങ്ങളും തിരിച്ചറിവ് നല്ലപോലെ ഇപ്പോൾ അവനുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാവും, എടുത്ത് ചാടി ചുണ്ടിക്കുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകണമെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നാളെ നമ്മളൊരു സ്ഥലത്ത് പോകണമെന്ന് ഇന്ന് പറയുകയാണെങ്കിൽ അവനത് ഓർത്ത് വെച്ച് നാളെ കാലത്ത് തൊട്ട് തുടങ്ങും, പോകുന്നില്ല എന്നുള്ള ഒരു ഇത് തുടങ്ങും. പക്ഷേ അതൊക്കെ നല്ല ഗുഡ് സൈനായിട്ടാണ് നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ തന്നെയും അതൊരു നല്ല സൈനാണ്. അവനത് തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്, അവന് ബോധ്യം ഉണ്ടാകുന്നുണ്ട്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള മനസ്സുണ്ടാകുന്നുണ്ട്. ഞങ്ങൾ എവിടെ പോകുമ്പോഴും വേറെ വീഗോ ഞങ്ങൾ അവനെ കൂടാതെ ഞങ്ങൾ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഏത് കല്യാണത്തിന് പോയാൽ പോലും ഞങ്ങൾ 2 പേരും കൂടി പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കൂടാതെ പോകില്ല. യാത്ര പോകുമ്പോഴും എവിടെയും അവന് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാറിൽ അല്ലെങ്കിൽ ബസ്സാണ് ഇഷ്ടം, പക്ഷേ ബസ്സിൽ നമ്മൾ പോകാറില്ല. നമ്മൾ കാറിലാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്തൊരു ട്രിപ്പ് അടിക്കും.
വെറുതെ ടൗണൊക്കെ കറങ്ങി അടിച്ച് അവന് അങ്ങനെയാണ് അവനെ ഞങ്ങൾ കൊണ്ട് നടക്കുന്നത്. അപ്പം ആ രീതിയിൽ ഇപ്പോൾ അവനെ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊരു പ്രയാസവും ബുദ്ധിമുട്ടില്ല. അത് മാത്രമല്ല, ഇവൻ്റെ യങ്ങർ സ്റ്റേജിൽ ഒരു അനുഭവം ഞാൻ പറയാം. മോനെ കൊണ്ട് ഞങ്ങൾ അവനെ പലരും പറഞ്ഞു കുഞ്ഞിനെ എവിടെയെങ്കിലും ആക്കണം, കുഞ്ഞിൻ്റെ ട്രെയിൻ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ആദ്യ സമയത്ത് ഞങ്ങളും വിചാരിച്ചു അങ്ങനെ ആണ് നല്ലത്, നമുക്കൊന്ന് എവിടെയെങ്കിലും അവനെ കൊണ്ടുവന്ന് നല്ലൊരു ട്രെയിനിങ്. അപ്പോൾ ഞങ്ങളങ്ങനെ എറണാകുളത്ത് ഒരു സ്നേഹാലയം എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോഴാണ് അവരാണ് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇതിനെപ്പറ്റി ഒരു അപകൃതാബോധം തന്നത്, ഒരു ബോധ്യം. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ദൈവം തന്നത് ദൈവം അത് അറിയാഞ്ഞല്ല, ദൈവം നിങ്ങൾക്ക് മാത്രമേ കുഞ്ഞിനെ സംരക്ഷിക്കുവാനും പോറ്റുവാനും കഴിയുള്ളൂ. ദൈവത്തിന് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഒരു സൃഷ്ടിയിൽ നല്ലതും എല്ലാ ഒരു 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 പൂന്തോട്ടത്തിൽ വിവിധ തരത്തിലുള്ള പൂക്കളാണ്. ചിലത് മുള്ളുള്ള പൂക്കളുണ്ട്, ചിലത് വേറെ അങ്ങനെ ചെറിയ പൂക്കൾ, വലിയ പൂവുണ്ട്, പലതരത്തിലുള്ള. അതുപോലെ സൃഷ്ടിയിലും ആ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ദൈവം ഇവനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ ഈ കുഞ്ഞിനെ നോക്കാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസം ദൈവത്തിനുണ്ട്. അത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളത് ഏറ്റെടുക്കണം. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ശരിയാണല്ലോ എന്ന് വരുമ്പോൾ ഞങ്ങൾ ആ കുഞ്ഞിനെ പിന്നെ അവിടെ ആക്കിയില്ല, ആ സ്നേഹാലയത്തിൽ ഞങ്ങൾ ആക്കിയില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ തന്നെ മോനെ നിർത്തും. പിന്നെ അവനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്, ഞങ്ങൾ അവനെ പഠിപ്പിക്കാനൊക്കെ സ്കൂളിൽ വിടും. പക്ഷേ ഡേ സ്കോളറായിട്ട് പോകുന്നത്, അവൻ തിരിച്ചു വരും. പോയ രീതിയിൽ അത് ബഹറല്ല ആയിരിക്കുമ്പോഴും ഞങ്ങൾ അവിടെ സ്കൂളിലൊക്കെ വിട്ടിരുന്നു. ചെറിയ അവനെന്നാ ഒന്ന് എഴുതാനോ അങ്ങനെയുള്ള ഒന്നും അവനില്ല. അവന് പോയി അവിടെ കൂടെ ഇരുന്ന് സന്തോഷിച്ച് വരും. ആ രീതിയിലാണ് ഞങ്ങൾ അവനെ വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അവൻ നല്ല ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഞങ്ങളവനെ ആ രീതിയിലാണ് അശ്വിൻ ഞങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾക്ക് ലിൻസും. കാരണം അവനെപ്പോലെ തന്നെ ഞങ്ങൾ കരുതുന്നത്. അവനൊരു മകൻ, ഇത് ഞങ്ങൾക്ക് മറ്റൊരു മകൻ. അവനെപ്പോലെ എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അവനറിയാം. അങ്ങനെ ഒരു കുഞ്ഞായിട്ടാണ് ഞങ്ങൾ അവനെ വളർത്തുന്നത്. ലിൻഡ ആയാലും ചെറുപ്പം മുതൽ അവൻ്റെ കാര്യത്തിൽ വളരെയധികം അവനെ കരുതാനും അവനെ നോക്കാനും അതെ അവൾക്കും അത് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അച്ചാച്ചനാണ് എന്നുള്ള ഒരു ബോധം. അവനെ ആരെങ്കിലും വഴക്ക് പറയുകയോ അവനെ ആരെങ്കിലും നോക്കുന്നതോ അവനെ തുറച്ച് ഇപ്പോൾ കണ്ണ് ഒന്ന് ഷെയർ ചെയ്യുന്നതൊക്കെ അവൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് അങ്ങനെ അവനെ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് കയ്യിലിങ്ങനെ കൊണ്ട് നടക്കുന്ന പോലെയാണ് അവളുടെ എല്ലാ കാര്യങ്ങളും. അതും ഞങ്ങൾക്ക് സന്തോഷമാണ്. അതുമാത്രമല്ല, ഇപ്പം അശ്വിൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടും അവനും ലിൻഡയെക്കാട്ടിലും കൂടുതലാണ് അവനും ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക്. അതുകൊണ്ട് വി ആർ ഹാപ്പി റിയലി. അതുമാത്രമല്ല, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഇത്ര കാലം ഞങ്ങളെ നടത്തി. ഞങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും 1000 മടങ്ങ് എന്ന് പറയാം. കാരണം ഈ സന്തോഷത്തിലോട്ട് വന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾ നശിച്ചു പോകേണ്ടുന്ന ഒരു ജാതിയായിരുന്നു, ദൈവത്തെ അറിയാതെ ജീവിക്കേണ്ട ഒരു ജാതിയായിരുന്നു. എന്നാൽ ഈ സ്നേഹത്തിലോട്ട് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം കർത്താവ് അറിഞ്ഞു തരുന്നതാണ്. അത് നമ്മൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ. ടിൽ ദ എൻഡ് ഞങ്ങളുടെ ജീവിതം കഴിയുന്നതുവരെ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും. ആ രീതിയിൽ ഞങ്ങൾ ജീവിക്കും. ആ ഒരു പ്രതിജ്ഞയാണ് ഞങ്ങൾ കുടുംബമായിട്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഭിന്നതയില്ല ഈ കാര്യങ്ങളിൽ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അവളുടെയും തീരുമാനമാണ്, അവളെടുക്കുന്ന തീരുമാനങ്ങൾ ഷീലെടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെയും തീരുമാനങ്ങളും. ഞങ്ങളങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം തന്ന ദാനമാകുമ്പം നമുക്ക് ഒരു രീതിയിലും ദൈവത്തിന്റെ അഷ്യൂരിറ്റിയാണ്. ദൈവം തന്നാണെങ്കിൽ ദൈവത്തിന് നോക്കാൻ അറിയാം. ഹിസ് പ്രൊവിഡൻസ്, ഹിസ് കെയർ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും കേൾക്കുന്ന ഒരു എക്സാമ്പിളാണ്, ഒരു ആർച്ചർ ബോവൻ ആരോ വലിക്കുമ്പം ആർച്ചറിനറിയാം എത്ര വലിക്കണമെന്ന്. ഇൻ ദ സെൻസ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവുമെന്നറിയാം. അതുപോലെ തന്നെയാണ് ദൈവത്തിന് നമ്മളോടുള്ള ആ കരുതലും സ്നേഹവും. ദൈവത്തിന് അറിയാം നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് എവിടെ, നമുക്ക് താങ്ങാൻ പറ്റുന്നത് കൂടുതൽ നമുക്ക് തരത്തില്ല. ചതഞ്ഞ ഓടെ അവൻ ഓടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല. അത് അത്രയും കമ്പാഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നാളും ഒരു കുഞ്ഞിനെ ഇതുപോലെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നോക്കാനും വളർത്താനും, എക്സ്പെഷ്യലി ഞങ്ങൾ അവിടെ പോയി വിടണമെന്ന് ആഗ്രഹിച്ച സമയത്തും ദൈവത്തിൻ്റെ ആ ഒരു ഇൻ്റർവെൻഷൻ ഉള്ളത് കൊണ്ടാണ് തിരിച്ച് കൊണ്ടുവരാനും അവിടുന്ന് ഒരു എൻകറേജ്മെൻറ്റ് കിട്ടി തിരിച്ചു വരാനും. നമ്മൾ ഉദ്ദേശിച്ചത് വേറെ മറ്റൊന്ന്, പക്ഷേ ദൈവം ടേൺഡ് ഇറ്റ് ഫോർ ഗുഡ് അല്ലേ. ആ ഒരു ടെസ്റ്റിമണി ഡെഫിനറ്റ്ലി
അനേകം മാതാപിതാക്കൾക്ക് വേണ്ട ഒരു ടെസ്റ്റ് മണിയാണ്. കാരണം ഓക്കെ, ഡിഫിക്കൽട്ട് ചിൽഡ്രൻ അല്ലായിരിക്കും, പക്ഷെ അതേസമയം സ്കൂളിൽ പഠിക്കാൻ അധികം കേപ്പബിലിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കും. സ്പീച്ച് തെറാപ്പിക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്കറിയാം. അല്ലാതെ പല ഡിഫിക്കൽട്ടീസ് മേജർ ആയിരിക്കത്തില്ല, പക്ഷേ ഒരു പേരൻസിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്കിള് പറഞ്ഞ പോലെ തന്നെ ചെറിയ പനി വരുമ്പം ആ ടെൻഷൻ കയറുന്നത് നമുക്ക് പേരൻസിനെ അറിയത്തുള്ളൂ. കുഞ്ഞിന് വയ്യാതാകുമ്പം നമ്മളെ തൊടുന്നത് പോലെ തന്നെ നമുക്ക് വേദന. സോ അവിടെ അതുപോലെ ഒത്തിരി പാരൻസ് ഉണ്ട്. അന്നേരം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് അതുപോലുള്ള പാരൻസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഇതുപോലെ സിറ്റുവേഷൻസിലും സെനാരിയോസിലും കടന്നു പോകുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. അതും മിഡിൽ ഈസ്റ്റിൽ, ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ മിഡിൽ ഈസ്റ്റിലെ പിള്ളേർ വളരുന്നത് ചിലപ്പം പാരൻസ് അധികം സമയം അവരോട് സ്പെൻഡ് ചെയ്യാനില്ല. പാരൻസിന് ഓഫീസിൽ ഇരിക്കുമ്പോഴും ചിന്ത കുഞ്ഞ് ഇന്ന് സ്കൂളിൽ നിന്ന് വന്നോ, ഫുഡ് എടുത്ത് കഴിച്ചു കാണുമോ, ഇതൊക്കെ ആയിരിക്കും അവരും ആലോചിക്കുന്ന ഒരു സംഭവം. ആൻറ്റിക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള പാരൻസിനോട്, ഇതുപോലെ ഞങ്ങളുടെ കുഞ്ഞിനെ പോലെയുള്ള കുഞ്ഞുങ്ങളുള്ള പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും നിരാശപ്പെടരുത്. കാരണം ദൈവം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, കൂടുതൽ നമ്മളോട് പ്രിയമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. അപ്പോൾ അത് ദൈവം നമുക്ക് നൽകിയൊരു ഗിഫ്റ്റായിട്ട് അവരെ കരുതണം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് അതിനുള്ള കൃപ തരും. നമുക്ക് അവരെ വളർത്തുവാനുള്ള കൃപ ദൈവം, അന്നുള്ള കൃപ നമുക്ക് ദൈവം തരും. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ മോനെ ഇങ്ങനെയുള്ളൊരു കുഞ്ഞാണ് എന്ന് മനസ്സിലായി ആദ്യത്തെ കുറേ നാളുകൾ തന്നെ ഞാൻ പെറുപുറത്തുകൊണ്ടിരുന്നു. കാരണം എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഇത്രമാത്രം പ്രയാസം എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു, ദൈവമേ ഞാനിതിന് അങ്ങനത്തെ ഒരു ചിന്തയാണ് എനിക്ക് വന്നത്. എന്ത് തെറ്റാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷെ അന്ന് എനിക്കിതിന് മനസ്സിലാക്കാനുള്ള ഒരു ഇല്ല. അപ്പം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നീതീകരിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ഇത്രമാത്രം ഒരു വിഷമത്തിൽ കൂടെ എന്നെ കടത്തി വിടാനുള്ള തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ദൈവമേ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ മണ്ടത്തരമായിട്ടാണ് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം ദൈവം നമുക്ക് ഒരുറപ്പ് ഞങ്ങൾക്ക് തന്നു. ദൈവം ഇത് നിനക്ക് തന്നിരിക്കുന്നത് നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ആ സിസ്റ്ററിൽ നിന്ന് അങ്ങനെ ഒരു ഇത് പുള്ളിക്കാരന് അന്ന് സിസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ദൈവം നമ്മളോട് കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടും നമുക്ക് അവരെ വളർത്താനുള്ള കഴിവുണ്ടെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടുമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രെങ്തൻ ചെയ്യും, നമ്മളെ ബലപ്പെടുത്തി. പിന്നീട് നമുക്കങ്ങനെ ഒരു വിഷമം, ഞാൻ എന്നെ തന്നെ അങ്ങ് സ്വയം ദൈവസന്നിധിയിൽ താഴ്ത്തി, ഇതൊരു ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണെന്ന് അങ്ങനെ മനസ്സിലോട്ട് ഏറ്റെടുത്ത് ആ രീതിയിൽ അവനെ വളർത്താൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ മാറി. പിന്നീട് ഒത്തിരി സഹിക്കാനുള്ള ശക്തി ദൈവം ഓരോ സന്ദർഭത്തിലും എനിക്ക് തന്നുകൊണ്ടിരുന്നു. ആ ഉറങ്ങാത്ത രാത്രികൾ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. കാരണം ഒരു 17 വയസ്സിന് ശേഷം ആണ് അവന് ഈ ഉറക്കമില്ലായ്മ തുടങ്ങിയത്. അപ്പോൾ രാത്രി കിടന്ന് വെറുതെ മുകളിലോട്ട് നോക്കി കിടക്കും. അപ്പോൾ ഞാൻ കൂടെ കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇവനിങ്ങനെ ഉറങ്ങാതെ കിടക്കുമ്പോൾ എത്രയായാലും ഒരു അമ്മയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നീട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പകൽ ഇത്തിരി നേരം ഉറങ്ങാൻ പറഞ്ഞാലും അവനത് കേൾക്കില്ല. അങ്ങനെ ഒരുപാട് രാത്രികളിൽ ഇങ്ങനെ ഉറക്കമില്ലാതെ. അപ്പോഴൊക്കെ നമ്മൾ ഒരു പാട്ട്, ഈ അടുത്തൊരു പാട്ട് പാടിയല്ലോ, ഉറക്കമില്ലാത്ത ആ വരികളൊന്ന്, കരഞ്ഞുകൊണ്ടുറങ്ങി എത്രയോ രാത്രികൾ കടന്നുപോയി എന്നുള്ള, അത് എൻ്റെ ജീവിതത്തിൽ അതൊരു അനുഭവമാണ് എനിക്ക്. ഒത്തിരി രാത്രികൾ ഞാനിങ്ങനെ ആരോട് സങ്കടം പറയും, ദൈവത്തോട് പറയും. രാത്രി എഴുന്നേറ്റിരുന്ന് കരയും, ബെഡിൽ എഴുന്നേറ്റിരുന്ന് കരയുമ്പോൾ ദൈവം എനിക്ക് ആശ്വാസം തരും. ഇതിനൊരു വ്യത്യാസം വരുന്നുള്ളൊരു ഉറപ്പ് എനിക്ക്, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇതിനൊരു മാറ്റം വരുമെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ദൈവം എനിക്ക് സഹിക്കാനായിട്ട് ദൈവം എനിക്ക് തന്നിട്ടുള്ളതാണെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ തന്നെ ഞാൻ എൻ്റെ മോനെ ഞാൻ സ്വീകരിച്ചു. അങ്ങനെ ആ ഒരു ഇത് നമ്മൾ സ്വീകരിച്ചപ്പം മുതൽ എൻ്റെ മനസ്സിലെ ഈ വിഷമം മാറി. പിന്നെ അവൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാന്നുള്ള ഒരു ഇത് ഞാനങ്ങ് സ്വയം അംഗീകരിച്ചു. ആ രീതിയിൽ അവനോട് പെരുമാറുവാനും അവനെ സ്നേഹിക്കാനും വളർത്തുവാനും ഒക്കെ ഞങ്ങൾക്ക് 2 പേർക്കും ആ രീതിയിൽ ഇടയായി. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇങ്ങനെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതൊരു
വിഷമമായിട്ട് കരുതരുത്. ദൈവത്തോട് വെറുതെ നമുക്ക് ദൈവം ഈ ഒരു തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണെന്ന് അങ്ങ് ചിന്തിച്ച് ആ രീതിയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യം അവർക്ക് സ്നേഹമാണ് ആവശ്യം. അപ്പോൾ ആ രീതിയിൽ അവരെ ഒരുപാട് സ്നേഹിക്കുക, അവരെ കരുതുക. ഒത്തിരി വിഷമങ്ങൾ നമുക്ക് നേരിടും, കാരണം ഒത്തിരി നമ്മൾ സഫർ ചെയ്യണം, ഒത്തിരി നമുക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഒരു കാരണം പിന്നെയും എല്ലായിടത്തും ഞങ്ങളെയൊക്കെ പോകാം. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ബുദ്ധിമുട്ടാണ്, കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ മരണ വീടുകളിൽ പോകാൻ പറ്റില്ല. അതുപോലെ ഒരു സ്ഥലത്തും ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും മരിച്ചു, നമുക്ക് ചിലപ്പോൾ പ്രിയപ്പെട്ടവരായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റില്ല. കുഞ്ഞിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പക്ഷെ നമ്മൾ എനിക്ക് എപ്പോഴും ദൈവം എന്നോട് പറയുന്നൊരു എൻ്റെ കൃപ നിനക്ക് മതി, ആ ഒരു വചനം എപ്പോഴും എന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ കൃപ മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, വേറൊന്നും വേണ്ട. അപ്പോൾ അനുദിനവും ആ ഒരു വചനം ഉറപ്പിച്ച, അതുപോലെ പല പാട്ടുകൾ ഒക്കെ എന്നെ ഒരുപാട് ദൈനംദിനം ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഇപ്പം ഞങ്ങളിങ്ങനെ അനുഭവിക്കുന്ന വിഷമം ഉണ്ടല്ലോ, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ബഹ്റിലായിരുന്നപ്പോൾ ഇതുപോലെ എന്നോട് 1-2 സിസ്റ്റേഴ്സ്, നമ്മുടെ ചർച്ചിൽ കൂടുന്ന 1-2 പേര് പറയും, ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ചെറിയൊരു പ്രശ്നം കുഞ്ഞിന് വരുമ്പോഴത്തേക്കും ഞങ്ങളങ്ങ് ആകെ ഡെസ്പാവും. പക്ഷേ ഞങ്ങൾക്ക് ഷീല ചേച്ചി, എൻ്റെ പ്രായം കുറഞ്ഞവരാ, ഷീല ചേച്ചിയെ കാണുമ്പോൾ, ഷീല ചേച്ചി കുഞ്ഞിനെ വളർത്തുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കതൊരു ഇൻസ്പിറേഷനാണ്. കാരണം ചേച്ചി അധികം ഒന്നും ഞാനധികം പൊതുവെ സംസാരം കുറവുള്ളതാണ്. അപ്പോൾ അവർ പറയും, ചേച്ചി അധികം സംസാരിച്ചില്ലെങ്കിലും ചേച്ചിയുടെ മുഖത്തെ ആ സന്തോഷം, ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ വളർത്തുമ്പോഴും ആ മുഖത്ത് കാണുന്ന സന്തോഷം ഞങ്ങൾക്ക് ഒരുപാട് അത് ഇൻസ്പിറേഷനാണ് എന്ന് പറയാറുണ്ട്. ആന്റി നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത്രയും സംസാരിക്കുന്ന ഇന്നാ കാണുന്നത്. അതെ. അപ്പൊ അങ്ങനെ അത് ഡെഫിനറ്റ്ലി ഒരു ഇൻസ്പിറേഷൻ ആണ്. ഒന്ന് ദൈവം തന്ന ഗിഫ്റ്റ് ആണ്, പക്ഷെ ദൈവം ഗിഫ്റ്റ് തരുമ്പം ഗിഫ്റ്റ് ഓൺലി ടു ദ ഗിഫ്റ്റഡ്. നിങ്ങൾക്ക് ദൈവം പ്രത്യേക ഒരു കൃപ തന്നിട്ടാണ് കുഞ്ഞിനെ തരുന്നത്. അതേസമയം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ദർ ഇസ് സംതിങ് ടു ലുക്ക് അപ് ടു. ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ഗ്യാരണ്ടി ആൻറ്റിയുടെ നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ അതൊരു എവിഡൻസ് ആണ്. കാരണം കൃപയില്ലാതെ ഇത് ഒരിക്കലും പറ്റത്തില്ല. എന്തെങ്കിലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ദൈവം ഞങ്ങൾക്ക് ആദ്യം ഇതുപോലെ എനിക്ക് ഒത്തിരി, ഞാനും അത്ര പുറത്തോട്ട് കാണിച്ചില്ലെങ്കിലും ഈ പ്രയാസത്തിൻ്റെ ഒരു 80% സഹോദരി ഷീലയാണ് വഹിച്ചിട്ടുള്ളത്. കുഞ്ഞിൻ്റെ ബന്ധം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് ആവത്തില്ല. പക്ഷേ തിരിച്ച് നമ്മൾ ഭവനത്തിൽ ഒന്ന് കഴിയുമ്പം ഇവൻ്റെ ഓരോന്ന് കാണുമ്പം നമുക്ക് വല്ലാത്തൊരു പ്രയാസം അന്ന് കാലങ്ങളിലുണ്ടായിരുന്നു. പിന്നെ തുടർന്ന് ഇവൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. ഇവൻ്റെ സ്വഭാവത്തിൽ ഇവൻ നല്ല ചിരിച്ചും നമ്മളെ ഒബേ ചെയ്ത് അതൊക്കെ കെട്ടിപ്പിടിച്ച് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിപ്പിടിച്ച് ഡാഡി, ഞാൻ എൻ്റെ മുഖം ഒന്ന് കറുത്ത് കഴിഞ്ഞാൽ അവന് വിഷമമാണ്. അപ്പോൾ ഓടി വന്ന് കവളിൽ ഉമ്മ തരും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സ്നേഹവും പരിലാളനയൊക്കെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ 100 ഇരട്ടി അവൻ നമുക്ക് തിരിച്ചു തരുന്നത്. അത് നമ്മളെ വല്ലാതെ നമുക്ക് സന്തോഷം ഉണ്ടാകും. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മളവരെ ശ്രദ്ധിക്കണം. അതാണ് അവരെ ഏറ്റവും ആഗ്രഹിക്കുന്നത്. നമ്മളവരെ വിട്ട് ഇങ്ങനെ അല്ല, അവരെപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ പരിചരണവും, നമ്മുടെ ഇതും അതവർക്ക് വലിയ. ഇപ്പോൾ ഇന്ന് കാലങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല. മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ അവരെ എവിടെയെങ്കിലും കൊണ്ട് വിട്ടു, അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ട് വിട്ടു, അല്ലെങ്കിൽ അവിടെ കൊണ്ട് വിട്ടു. അവർക്ക് അപ്പം ഞങ്ങളുടെ അവിടെയുള്ള സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മൂക്കിൽ ഒലിച്ച് ഇങ്ങനെ ആകെ അങ്ങനെ വിട്ടിട്ട് പോവാം. പാവപ്പെട്ട വീടുകളിലെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ, അറിയത്തില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞ് മറ്റുള്ള കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ ബുദ്ധിയും ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ, എങ്ങനെ നോക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുമാത്രമല്ല, നമുക്ക് കഴിയാവുന്നിടത്തോളം അവരുമായി ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. ഇപ്പം എൻ്റെ മോന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 24 hours പാട്ടാണ്. പാട്ടില്ലാത്ത സമയമില്ല.
അതും അവനക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അവൻ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ അവൻ തന്നെ റിവൈൻഡ് ചെയ്യും, ഓഫ് ചെയ്യും, ഓൺ ചെയ്യും, അതൊക്കെ ചെയ്യുന്നു. അങ്ങനെ കുറേ ടേപ്പ് റെക്കോർഡുകൾ നഷ്ടപ്പെട്ടു, ഇവൻ ഞെക്കിയും കേടാക്കിയത്. എന്നാലും ഞങ്ങൾ അവനെ അവർക്ക് പറയാറില്ല കേടാക്കിയെന്ന് പറഞ്ഞ്, വേറെ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പം അവനെ പാട്ട് കേൾക്കണം, അതുകൊണ്ട് അവനറിയാം, അവനത് ചെയ്തോളും. അപ്പോൾ അത് അവന് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ആ രീതിയിൽ നമ്മൾ അവൻ്റെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പിന്നെ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. സെറിബ്രൽ പാൾസിയൊക്കെ ഉള്ള ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, അവരെ ട്രെയിൻ ചെയ്താൽ മതി. ഇപ്പം എൻ്റെ മോന് കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവനെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഷൂ ഇടാനൊക്കെ അവൻ ചെയ്യും തന്നെ. അതൊക്കെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ, അതുപോലെ ഡ്രസ്സ് ഇടാനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് കൊടുത്ത് അതുപോലെ ഇപ്പോൾ എന്ത് സാധനം കൊണ്ടുവയ്ക്കാൻ, കപ്പൊക്കെ കൊണ്ടുവയ്ക്കുന്നത് കണ്ടാൽ നമുക്ക് ഇങ്ങനെ നിലത്ത് വീഴാതെ കൈകൊണ്ട് പിടിച്ച് വളരെ ശ്രദ്ധിച്ച്, അവൻ റോഡിലൂടെ നടന്ന് പോവുകയാണെങ്കിൽ തന്നെ അവൻ വീഴത്തില്ല, അവൻ വളരെ ശ്രദ്ധിച്ച് നടക്കത്തുള്ളൂ. മോള് 100 പ്രാവശ്യം വീഴുമ്പോൾ പിന്നെ ഒരു പ്രാവശ്യം പോലും വീഴാറില്ല. അവൻ അതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് അവൻ ചെയ്യാറ്. അപ്പം നമ്മൾ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സമൂഹമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. നമ്മൾ പോകുന്നിടത്ത് അവനെ കൊണ്ടുപോവുക. ആദ്യ കാലഘട്ടങ്ങളിൽ വെച്ചാൽ ഇവൻ്റെ മോൻ നല്ലപോലെ നടക്കും, നമുക്ക് അവനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല, അവൻ നടന്നോളും, കൈപിടിച്ച് അവൻ നടന്നോളും, എവിടെയും നമുക്ക് കൊണ്ടുപോകാൻ എവിടെ ചെന്നിരുന്നാലും ശല്യം ഉണ്ടാക്കാതിരുന്നോളും. നമുക്ക് അവനെ കൊണ്ടുപോകുന്ന യാതൊരു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല. അപ്പോൾ നമ്മളവനെ കൊണ്ടുപോകണം. ഇങ്ങനെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ അവരെ ഇൻട്രാക്ട് ചെയ്യണം, അവർ കാണണം, ചെടികൾ കാണണം, പൂക്കൾ കാണണം, അതുപോലെ പ്രകൃതിയെ അവർ മനസ്സിലാക്കണം. അതുപോലെ തന്നെയല്ല, നമ്മൾ ഇടപെടുന്ന ആൾക്കാരുമായിട്ട് അവരും ഇൻട്രാക്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ഇപ്പോൾ നമ്മളൊരു വീട്ടിലൊരാൾ വരികയാണെങ്കിൽ ഇതിന്നാളാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. മോനെ ഇതിന്നാളാണ് മോനെ. അവൻ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ലെങ്കിലും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ ബൈബിളിലെ വേദപുസ്തകം വായിക്കുമ്പം, നമ്മൾ പാട്ട് പാടുമ്പം, പ്രാർത്ഥിക്കുമ്പം അതൊക്കെ അവനറിയാം. വേദപുസ്തകം വായിക്കുകയാണ് 8 മണി ഏകദേശം 8 മണിയാകുമ്പോഴത്തേക്ക് അവൻ തന്നെ ചോദിക്കും, വായിക്കുന്നില്ലേ. ഇപ്പോൾ രാത്രി നമ്മൾ ഇൻ കേസ് ലേറ്റായി അവൻ ചോദിക്കും, ഇന്ന് പ്രാർത്ഥിക്കണ്ടേ, ഇന്ന് പ്രാർത്ഥിക്കണം, രാത്രിയായാൽ പ്രാർത്ഥിക്കണം, ഇന്നലെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ അവൻ്റെ ചിന്തകളുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യിക്കണം. അവരെ സമൂഹത്തിൽ ഇൻട്രാക്ട് ചെയ്ത് സമൂഹത്തോട് അവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും ഒത്തിരി. നമുക്കതൊരു സന്തോഷമാണ്. മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെയും നമുക്ക് കാണുവാൻ കഴിയും. ഈ ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇത് ഒത്തിരി പേഴ്സ്പെക്റ്റീവ് പാരൻസിൻ്റെ ഉള്ളിൽ കൊടുക്കും. അവർക്കൊരു എൻകറേജ്മെൻറ്റ് എന്തുമായാലും ആകും. കാരണം അവർ ഡീൽ ചെയ്യുന്ന പ്രശ്നം ആൻറ്റി പറഞ്ഞ പോലെ ആരോടും അതങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഈഗോ ഹേർട്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റസ് ഉണ്ടല്ലോ അത് എഫക്റ്റ് ആവും. ഇതെല്ലാം അവരുടെ മനസ്സിൽ കൂടെ ഓടുന്നതുകൊണ്ട് ഒന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ പറയാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നുള്ള ഒരു ഗ്യാരണ്ടി നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും അതൊരു അഷ്യൂറിറ്റി. അങ്കിൾ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആ അറ്റൻഷൻ, ആ കെയർ, ആ ലവ് നമ്മളെ കൊണ്ടാകുന്ന അത്രയും കൊടുക്കുക. അതേസമയം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും, ഇപ്പോൾ കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും അവരോട് നമ്മൾ വചനം പറയുമ്പം വചനത്തിൻ്റെ പവർ ഇസ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് സ്വാർഡ്. അത് ഡെഫിനറ്റ്ലി അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. നമ്മൾ പറയും തോറും അവരുടെ മനസ്സിൽ ഒന്നുകൂടെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിഞ്ഞുകൂടാ ഹൗ ഫാർ ഇറ്റ് വർക്ക്സ്. വചനം പറയുന്നത് ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ, that when he is old he will never depart from it. അങ്ങനെയല്ലേ വചനം പറയുന്നത്. സോ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന അനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ വളർച്ച വരുന്ന, സ്പിരിച്വൽ മെച്യൂരിറ്റി വരുന്നത്. ദോ ദേ ആർ ഗിഫ്റ്റഡ് ഓർ നോട്ട്, to all parents who are listening to us, don't let them go. Don't let them out of your sight, in the sense not physically but at least in your prayers, in your actions, in your words. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഡിസിഷൻസ് എടുക്കുമ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ഫാമിലി ഡിസ്കഷൻസ് നടത്തുക, അവരുമായിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് ചിലപ്പം ഇനിയും എത്ര വർഷം നമ്മളിവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തലമുറ വരും. പക്ഷേ ആ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഒന്നും വേസ്റ്റ് അല്ല. ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു യുവർ ചിൽഡ്രൻ. ഞങ്ങൾ ആദ്യമേ ചെയ്ത എപ്പിസോഡിനകത്ത് വൺ ഓഫ് ദ അമ്മമാർ പറഞ്ഞ ഇതാണ്, നമ്മുടെ മിഷൻ ഫീൽഡ് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആർ മിഷൻ ഫീൽഡ് സ്റ്റാർട്ട്സ് അറ്റ് ഹോം. കാരണം ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളത്. സോ
ആ ഒരു മെസ്സേജ് അങ്കിൾ ആൻറ്റി താങ്ക് യു, ഒത്തിരി നന്ദിയുണ്ട്. ഈ ഒരു എൻകറേജ്മെൻറ്റ് വാക്ക് ആൻഡ് പേരൻസ്, ഇതുപോലുള്ള കുഞ്ഞുങ്ങളുള്ള പേരൻസിൻ്റെ ഇടയ്ക്ക് ഡെഫിനറ്റ്ലി ഇതൊരു നല്ല മെസ്സേജ് ആയിരിക്കും. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു അസ് ടു ദിസ് എപ്പിസോഡ്. ദർ ഇസ് മോർ കമ്മിങ്. ജസ്റ്റ് ട്യൂൺ ഇൻ and heed to God's voice, love and spend as much as time you have with your children, because these moments will never come back. Thank you for tuning in and see you on the next one. This is me, Alan, signing off.